ട്രെയിനേഴ്സ് ഒരിക്കലും ന്യൂട്രീഷൻ പ്ലാൻ കൊടുക്കാൻ പാടില്ല പറയാറുണ്ട്. ട്രെയിനേഴ്സ് ആർ നോട്ട് ന്യൂട്രീഷനിസ്റ്റ്. എയ്തർ യു ഹാവ് ടു ബി ക്വാളിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആവണം. അതേപോലെ തന്നെ ട്രെയിനേഴ്സിന് എന്ത് അധികാരമാണുള്ളത് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്? ഈഗോ ലിഫ്റ്റിംഗിലാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കരുത്. തീർച്ചയായിട്ടും ഈഗോ ലിഫ്റ്റിലാണ് മെയിൻ ഇഞ്ചുറീസ് വരുന്നത്. പക്ഷേ ദേ ആർ നോട്ട് അവെയർ ഓഫ്. ഞാൻ പറയുന്ന മോട്ടോ ഇങ്ങനെയാണ്, യുവർ പെയിൻ മൈ ഗെയിൻ. മിക്കവാറും ഇത് പോഡ്കാസ്റ്റിൽ കത്താവും. ഇഞ്ചുറീസ് വരാൻ പ്രത്യേകിച്ച് പുറത്ത് നമ്മൾ കാരണത്തിന് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തോളൂ. അണ്ടർ ഓവർ ട്രെയിനിങ്ങിനെക്കാട്ടിയും ഏറ്റവും ഡേഞ്ചറാണ് ഓവർ ട്രെയിനിങ്. ഓവർ ട്രെയിനിങ്ങിലാണ് ഓവർ ട്രെയിനിങ്ങിന് ഇപ്പം ഓരോ ആൾക്കാർ ഓവർ ട്രെയിനിങ് ഡിഫറെൻ്റ് ആണ്. ഈ ക്രോസ് ഫിറ്റ് ചാമ്പ്യനെ മാറ്റ് ഫ്രേസറിൻ്റെ ഒരു ഡോക്യുമെൻ്ററി വീഡിയോയിൽ ഞാൻ കണ്ടത്, എണീച്ച് രാവിലെ ഒരു നമ്മുടെ എയർ ബൈക്കിൽ ഒരു 150 കാലോ അങ്ങനെ എന്തോ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കൊന്ന് എണീച്ചതുമാതിരി ഒരു ഫീൽ ചെയ്യാതെ. ഞാനത് കേട്ടു 150 കാലൊക്കെ എയർ ബൈക്കിൽ അടിക്കുമ്പോൾ തന്നെ ആളെ പകുതി ജീവനം കൂടി പോയിട്ടുണ്ട്. Steroids will be normalized. മനസ്സിലായി. ഫോർ ഷുവർ ഇൻ ദ ഫ്യൂച്ചർ, ഫോർ ഷുവർ ഇറ്റ് വിൽ ബി നോർമലൈസ്ഡ്. അത് യൂസ് ചെയ്ത് ബോഡി ഉണ്ടാക്കുന്നവരോട് ആൾക്കാർക്ക് ഒരു വിരക്തി തോന്നാത്ത രീതിയിലേക്ക് വരും. ഇപ്പം ഡോക്ടേഴ്സ് വരെ പ്രായ ആൾക്കാർക്ക് പ്രോട്ടീൻ പൗഡേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്ന കാലഘട്ടത്തിൽ എത്തി. കുറേ നാളായി പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്തിട്ട്, ബട്ട് ബാക്ക് അഗെയിൻ ആഫ്റ്റർ എ ലോങ് പീരീഡ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു പ്രത്യേകതരൊരു ക്യാരക്ടർ ഒരാളാണ്. ആളുടെ നോമ പേര് പറഞ്ഞാലൊന്നും എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഒരു ഭീകരൻ, പേരും ഇൻഡസ്ട്രിയിലുള്ള പേരും ഭീകരൻ തന്നെയാണ്, ചെയ്യുന്ന പ്രവൃത്തിയും ഭീകരനാണ്. ഇതുവരെ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഭീകര അറ്റ്മോസ്ഫിയറിലുള്ള സംഗതികളാണ്. So Rahib, welcome to the show. Thank you. We have been friends from a long time, long time, and we have been discussing your topics like എങ്ങനെ ഒരു ട്രെയിനറും ഫിസിയോയും ഒരിക്കലും ചേർന്ന് പോവില്ല എന്നാണ് ഇൻഡസ്ട്രിയിലുള്ളൊരു. പണ്ട് ഞാൻ സിവിൽ എഞ്ചിനീയർ ചെയ്യുന്ന സമയത്ത് സിവിൽ എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും തമ്മിൽ എപ്പോഴും അടിയാന്ന് പറയാം. അതേപോലെ തന്നെയാണ് ഫിസിയോയും ട്രെയിനേഴ്സും ഒരിക്കലും. അതെന്താ കാരണം? ഒന്നാം എന്താ വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് നീ ചെറിയ ഇഞ്ചുറി വന്ന് ഫിസിയോസിൻ്റെ അടുത്ത് വിടുമ്പോൾ നിങ്ങൾ പിടിച്ച് റെസ്റ്റ് ചെയ്യാൻ പറയും. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. റെസ്റ്റ് വേണ്ടവർക്ക് റെസ്റ്റ് വേണ്ട, അത് സത്യം. ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഇനീഷ്യലി നമുക്കുള്ള ഒരു തോട്ട് പ്രോസസ്സായിരുന്നു. ഇപ്പോൾ പണ്ടത്തെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഫിസിയോ എന്ന് പറയുമ്പോൾ, ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫിസിയോ എന്ന് പറയുമ്പോൾ മസാജ് ചെയ്യുന്ന ഒരാൾ എന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ ഫിസിയോ എന്നുള്ള ഒരു സിസ്റ്റം തന്നെ ഐ തിങ്ക് ഈ കഴിഞ്ഞ ഒരു 3 to 5 ഇയേഴ്സിനിടയിലാണ് ഐ തിങ്ക് വോളൊക്കെ വന്നൊന്ന് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി, ഓക്കെ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഡൺ. ബിക്കോസ് അതിന് മുമ്പ് നമ്മൾ CVN കളരിയിലോ കാര്യങ്ങളോ പോകും, പിടിച്ചെടുത്തിടും, വളച്ചെടുത്തിടും, കെട്ടും, ഒരു 2 weeks റെസ്റ്റ് എടുക്കും, പിന്നെ ഫുട്ബോൾ ചെയ്യാൻ പോകും. നേരെ മറിച്ച് അതിനുശേഷം ഒരു റീഹാബ് പ്രോസസ്സ് ഉണ്ട്, ഇതിനെ സ്ട്രെങ്തനിങ് ചെയ്യണം, അതൊന്നുമില്ല, കെട്ടിവെച്ച് ബൂട്ടിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നല്ലോ അല്ലേ. സോ എനിക്ക് തോന്നുന്നു മുന്നേ റായിബ് എന്ന് പറയുന്ന ആള് ട്രെയിനിങ്ങിന് വരുന്നേക്കാളും മുന്നേ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ട്രെയിനിങ് വന്നതിന് ശേഷം ഒരു പീരീഡ് ഉണ്ട്. സോ ആ ഒരു പീരീഡിലൊക്കെ വാട്ട് വാസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഫിസിയോതെറാപ്പി? ട്രെയിനിങ്ങിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു ഇഞ്ചുറി വന്നതിന് ശേഷമാണ് ഞാൻ റീഹാബ് എന്ന് പറഞ്ഞ ഒരു വേർഡ് തന്നെ ഞാൻ പഠിച്ചത്. സോ എനിക്ക് ആങ്കിളിൻ്റെ ഒരു ലിഗമെൻ്റ് ഇഞ്ചുറി 85% ടയർ വന്ന് ഞാൻ കാസ്റ്റ് ഇട്ട് കിടന്ന് എണീച്ച് കഴിഞ്ഞപ്പം എൻ്റെ മൈൻഡിൽ എന്താണ്, നമ്മൾ ഒരു കാലിൽ കെട്ടി വെക്കുന്നു, അല്ലെങ്കിൽ CVN കളറിൽ പോകുന്നു, നമ്മൾ ഒഴിച്ചിൽ പോകുന്നു എന്നല്ലാതെ ഞാൻ ആക്ച്വലി ഓൺലൈനിൽ വെറുതെ സെർച്ച് ചെയ്ത് വീഡിയോസ് കാണുമ്പോഴാണ് റീഹാബ് അതെന്താ സംഭവം. അങ്ങനെയാണ് ഞാൻ റീഹാബിൻ്റെ വേർഡ് പഠിക്കുന്നത്. വാട്ട് ഇസ് റീഹാബിൻ്റെ കൂടെയുള്ള വേർഡായിരുന്നു ഫിസിയോതെറാപ്പി. ഞാൻ പഠിച്ച ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ മസാജ് മാത്രമേ ഉള്ളൂ, ഉഴിച്ചിൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഒരു റീഹാബും ഫിസിയോതെറാപ്പി. ദാറ്റ്സ് വെൻ സത്യം പറഞ്ഞാൽ ഫിസിയോതെറാപ്പിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നവരും മൈ റെസ്പെക്ട് ടുവേർഡ്സ് ഫിസിയോതെറാപ്പി ആൻഡ് ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിക്കൂടി വന്നിട്ടുള്ളൂ. ബിക്കോസ് നമ്മൾ ആസ് ട്രെയിനേഴ്സ് പഠിക്കുന്നതിനെക്കാട്ടിയും ഇൻഡെപ്തായിട്ട് അവർ ആക്ച്വലി ഇതിൻ്റെ മസിൽ ഇൻസേർഷൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ടെന്നും പറഞ്ഞപ്പം ഐ നീഡ് ടു ലേൺ ഫ്രം ദെം എന്നുള്ളൊരു മെൻറ്റാലിറ്റി. അതിനുശേഷമാണല്ലോ നമ്മൾ ഒരുമിച്ച് കുറേ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഐ വാസ് വെരി ഈഗർ ടു കം ടു യു ആൻഡ് ടോക്ക് ടു യു അബൌട്ട് ഫിസിയോതെറാപ്പി ബിക്കോസ് ഐ വാണ്ടഡ് ടു ലേൺ മോർ സ്റ്റഫ് ഫ്രം യു. ഇപ്പം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ, ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പം നമ്മുടെ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അതിൽ തന്നെ ഓരോ സെഗ്മെൻ്റ് ഉണ്ട്. ലൈക്ക് ആദ്യം ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞു. കൺസൾട്ടേഷനിൽ നമ്മൾ പറയുകയാണ് ദാറ്റ് ബിഫോർ, ഇപ്പം മെയിൻലി റായിപ്പൻ നമുക്ക് അയച്ചു തരുന്നത്
ഒരു ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രെയിനിങ്, ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ബയോമെക്കാനിക്കലി അവർക്ക് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം ദെൻ വി ആസ്ക് ദ പേഷ്യൻറ്റ് ആൻഡ് ദ ട്രെയിനർ ഹു ഹാസ് സെൻഡ് us ദാറ്റ് ഇന്ന കണ്ടീഷൻസ് ഉണ്ട്, ലെറ്റ് us റെക്ടിഫൈ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു ചലഞ്ച് ഉണ്ട് ദാറ്റ് ഫിസിയോതെറാപ്പി ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു പാർട്ടാണ് ഫിസിയോതെറാപ്പീൻ്റെ ദാറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്ട്രെങ്ത് ട്രെയിനിങ്ങും വാട്ട് യു ഡിഡ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. പക്ഷേ ഇത് പലർക്കും അറിയില്ല. ഇത് പറയുന്നത് ആ സ്ട്രെങ്ത് ട്രെയിനിങ് ഇത് ഒന്നാണ്, അതുകൊണ്ട് ഇറ്റ് വിൽ ബി എ ചാലഞ്ച്. അത് കാരണം ക്ലയൻസിനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മിസ് ഔട്ട് ചെയ്യാനോ ചാൻസസ് ഉണ്ട്. സോ വി ആർ ഇൻ ദ സെയിം സെക്ടർ, അതുകൊണ്ട് ലൈക്ക് ജോബാണ് ചെയ്യുന്നത്. അത് കാരണം നമുക്ക് ക്ലയൻസിനെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനൊരു ഡൗട്ട് ഉണ്ടോ? അത് ഭയങ്കര വലിയൊരു മിസ്കൺസെപ്ഷനാണ്. എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ട്രെയിനേഴ്സ് ഒരിക്കലും ന്യൂട്രീഷൻ പ്ലാൻ കൊടുക്കാൻ പാടില്ല പറയാറുണ്ട്. ട്രെയിനേഴ്സ് ആർ നോട്ട് ന്യൂട്രീഷനിസ്റ്റ്. എയ്തർ യു ഹാവ് ടു ബി ക്വാളിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആവണം. അതേപോലെ തന്നെ ട്രെയിനേഴ്സിന് എന്ത് അധികാരമാണുള്ളത് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇഫ് എ പേഴ്സൺ ഹാസ് എൻ ഇഞ്ചുറി ഓർ എന്തെങ്കിലും ഒരു പെയിൻ പറയുന്നെങ്കിൽ ആദ്യം ട്രെയിനേഴ്സ് പറയുന്നൊരു കാര്യമാണ് നോ പെയിൻ നോ ഗെയിൻ. എന്ത് ഗെയിനാണോ ഈ പെയിൻ കിട്ടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനും പറയാറുണ്ട്. ഞാൻ പറയുന്ന മോട്ടോ ഇങ്ങനെയാണ്, യുവർ പെയിൻ മൈ ഗെയിൻ. മിക്കവാറും ഇത് പോഡ്കാസ്റ്റിൽ കട്ടാവും. പക്ഷേ ദാറ്റ് ഈസ് ആക്ച്വലി റൈറ്റ്. ബിക്കോസ് ഈ ട്രെയിനേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റ് വന്നതിന് ഇപ്പം നമ്മുടെ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ആഫ്റ്റർ നമ്മൾ മീറ്റ് ചെയ്ത് കുറേ കാര്യം ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഈ പ്രോസസ്സ് ബിൽഡ് ചെയ്തത്. അതായത് ഒരു ക്ലയൻറ്റ് വരുന്നു, ആ ക്ലയൻറ്റിൻ്റെ കറൻറ്റ് കണ്ടീഷൻ, ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ എടുക്കും, അതേപോലെ തന്നെ ന്യൂട്രീഷൻ എന്താണ് ഇപ്പം കഴിക്കുന്നത്, അതിനകത്ത് എന്തെങ്കിലും ഗട്ട് ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കും. അതേപോലെ തന്നെയാണ് ഫിസിക്കലി നമുക്ക് കുറേ മൊബിലിറ്റി ചെക്സും കാര്യങ്ങളും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പി പരമായിട്ട് എന്തെങ്കിലും നോഡ്സോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രീവിയസ് ഇഞ്ചുറീസോ ഉണ്ടെങ്കിൽ അത് പ്രിവെയിലിംഗ് ആണോ എന്നൊരു ടെസ്റ്റ്, ഒരു ചെക്കപ്പ്. ഐ തിങ്ക് എൻ്റെ ഒരു 90% ഓഫ് ദ ക്ലയൻസിനെയും ഞാൻ ഫിസിയോൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പറയാറുണ്ട് ഫസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ. ഈ എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത ഈഗോ ഉള്ള ട്രെയിനേഴ്സാണ് പ്രശ്നമെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. അതൊന്ന് അതേപോലെ തന്നെ അത് റൈമിനെ സംബന്ധിച്ചോളം ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ദാറ്റ് ഇത് സ്റ്റാർട്ട് ചെയ്ത പിന്നെ യുവർ റിസ്ക് ഓഫ് പേഷ്യൻസ് അല്ലെ ക്ലയൻസ് കംപ്ലൈനിങ് ദാറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പ്രോബ്ലം ഉണ്ടായേ എന്ന് പറയുന്നതിന് ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. സാധാരണ ഞാൻ കേൾക്കാറുള്ളത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം എനിക്ക് പ്രോബ്ലം വന്നു, എനിക്കിതുവരെ ഈ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് അഡ്രസ്ഡ് ഓർ ദേ വർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഇപ്പം ഒരു 2 weeks ബാക്ക് നമുക്കൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അറിയാൻ പറയുന്നത്. പക്ഷേ നെക്കിനൊരു പെയിൻ ഉണ്ട്. ഈ നെക്കിന് പെയിൻ ഉണ്ട്, പക്ഷേ ഐ എം ഡൂയിങ് മൈ വർക്കൗട്ട്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് പെയിൻ വരുന്നത് എന്ന് അഡ്രസ്സ് ചെയ്യുന്നതോ അത് ഇടയ്ക്ക് വരുന്നതാണ്. അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഒരു ഹ്യൂമൻ ബോഡിയിൽ അങ്ങനെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ ദെയർ ഷുഡ് ബി റീസൺ ബിഹൈൻഡ് ഇറ്റ്. അപ്പം ഇവിടെ വന്ന് ആക്ച്വലി വോളിൽ വന്നിട്ടുണ്ട്, യു ഡിൻ നോ അത്. വോളിൽ വന്നിട്ടുണ്ട്, ഒരു ഫിസിയോതെറാപ്പി കൺസൾട്ട് ചെയ്തപ്പം നെക്കിൻ്റെ അവിടെ ഒരു ഇൻസേർഷൻ, അവിടെ ഒരു ചെറിയൊരു നോഡ് വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ മുമ്പ് എന്തോ ലിഫ്റ്റിങ് ചെയ്തതിൻ്റെ പെയിനാണ്. അത് അഡ്രസ്സ് ചെയ്യാതെ വീണ്ടും ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കുക, അതെൻ്റെ പേരിലാവില്ല, ആ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയത്. ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ആ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്ട്രെയിൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഫിസിയോൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ പറയുക, ആ ജിമ്മിൽ പോയി ഞാൻ വർക്കൗട്ട് അവിടുന്ന് ഇഞ്ചുറി വന്നു, ദൈവമേ ഞങ്ങൾക്ക് കോളായി. ആയിക്കോട്ടെ. അവൻ പണ്ടേ അങ്ങനെ അവൻ പ്രശ്നക്കാരനാണ്, എന്നും അങ്ങനെയാണ്. എന്താ പേര് ആവശ്യമില്ലാത്ത വെയിറ്റ് എടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളും ക്ലിക്ക് ചെയ്യും. ദാറ്റ് ഈസ് ഇൻഡസ്ട്രി. ഇപ്പം എൻ്റെ ഐഡിയയിൽ വേൾഡ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എ ന്യൂട്രീഷനിസ്റ്റ്, a physio, a trainer, a orthopedician, a physician, a neurologist, a psychologist, ഇതെല്ലാം കണക്റ്റഡ് ആയിരിക്കേണ്ടി വരും. ഇതെല്ലാം ഡിഫറെൻറ്റ് റോൾസാണ്. എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് വരില്ല. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് റോൾ. അതുകൊണ്ട് അങ്ങോട്ട് റെഫർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ, എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കണുണ്ടോ, ദർ ഇസ് നോ ചാലഞ്ച് അറ്റ് ഓൾ. ആഷ്ലിനായിരിക്കും ഇപ്പം നമ്മൾ രണ്ടാളും തന്നെ റീജിയൻ കേരള വിനീതമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അവിടെ ഇപ്പം ആഷ്ലി ഇല്ല, ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, എൻ്റെ മുകളിലേക്കാരും ഇല്ല,
ബിക്കോസ് യു ഡോണ്ട് ഹാവ് ദറ്റ് ഈഗോ ഓർ അതെ അതായത് എന്നെക്കാട്ടിയും ഇതിനെക്കുറിച്ച് കൂടുതൽ നോളജിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ നീഡ് ടു കൺസൾട്ട് വിത്ത് ദം റൈറ്റ് ടു ഗെറ്റ് എൻ എക്സ്പെർട്ട് ഒപ്പീനിയൻ. അതെ ആ ഒരു ദാറ്റ്സ് വെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രോത്ത് ബിഗിൻസ്. ഐ തിങ്ക് ഇഫ് എവ്രി വൺ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്, അവരുടെ എക്സ്പെർട്ടീസ് എന്താണ്, അതിൽ നിന്നിട്ട് വി വർക്ക് ഓൺ. അതല്ലാതെ അതിൻ്റെ എല്ലാം നമ്മൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതിൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നമുക്ക് റിസൾട്ട് കൊണ്ടുവരാനും പറ്റില്ല, എന്നാൽ ബാഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവും. നമുക്ക് ആ ക്ലയന്റിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എത്ര കാലം അതെ എത്ര കാലം എന്തിന്? അതെ നമ്മളുടെ പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി നമുക്ക് റീറ്റെയിൻ ചെയ്യാന്നല്ലാതെ. അപ്പം ആഷ്ലി എന്നോട് എപ്പോഴും പറയുന്നുണ്ട്, ക്ലയൻസ് ഒരു പ്രാവശ്യം ഇഞ്ചുറി വന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാതെ രീതിയിൽ അവരെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് യുവർ ഗോൾ എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് എങ്ങനെങ്കിലും എന്തെങ്കിലും രീതിയിൽ വരും, കംപ്ലീറ്റ് ചെയ്യില്ല. ബിക്കോസ് ഒന്ന് ഇപ്പം നേരത്തെ ആഷ്ലി പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഇപ്പം നമ്മളൊരു ബേസിക് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും നേരം പോഡ്കാസ്റ്റ് കൊടുക്കുന്നതിന് നമ്മളെല്ലാവരും ഫോൺ നോക്കിയിരിക്കുകയാണ്. ഈ ഇരുത്തലത്തിൽ തന്നെ നമുക്ക് എത്രത്തോളം ഡിഫിക്കൽട്ടി ഉണ്ട് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കുക. ഇഞ്ചുറീസ് വരാൻ പ്രത്യേകിച്ച് പുറത്ത് നമ്മൾ കാരണത്തിന് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തോളൂ. അതെ, പിന്നെ അതുമല്ല ഇപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലായിരിക്കും എല്ലാവർക്കും ഒരു ആഗ്രഹം ദാറ്റ് ഐ നീഡ് ടു ബി ഫിറ്റ്, ആൻഡ് ദെൻ പെട്ടെന്ന് തന്നെ ഒന്നിലേക്ക് ഓട്ടം, ചാട്ടം, പാഡിൽ, ടെന്നീസ് അല്ലെങ്കിൽ ട്രെയിനിങ്, സംതിങ് ദേ വിൽ ഗെറ്റ് ഇൻവോൾവ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് am I ready or is my body ready to get this tension all in a sudden എന്നുള്ളത്. അപ്പോൾ ആസ്റ്റ് ഞാൻ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. സ്പോർട്സ് കളിക്കാൻ പോകും. അപ്പോൾ ഞാൻ ക്ലയൻസിനോട് ചോദിക്കുമ്പോൾ ഞാനിപ്പം ജിമ്മിൽ വരുന്നില്ല ബിക്കോസ് ഞാൻ സ്പോർട്സ് കളിക്കുന്നുണ്ട്. അതെ സ്പോർട്സ് കളിക്കുന്നതും കാർഡിയോ ചെയ്യുന്നതും സ്ട്രെങ്ത് ട്രെയിനിങ്ങും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദ നെക്സ്റ്റ് പോയിന്റ് വിച്ച് ഈസ്, ഞാൻ ലൈഫിൽ എപ്പോഴും കേൾക്കുന്നൊരു ഉത്തരമാണ് ദാറ്റ് പ്രത്യേകിച്ച് ഒരു 45 എബോവ് ഡെയിലി ആക്ടിവിറ്റീസ്, എക്സസൈസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എക്സസൈസ് എന്ന് പറയുന്നത് 30 അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ഞാൻ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. അതാണ് എൻ്റെ സ്ട്രെങ്ത് ട്രെയിനിങ്, അതാണ് എൻ്റെ കാർഡിയോ, അതാണ് എൻ്റെ എക്സസൈസ്. അത് മതി എനിക്ക് ലൈഫ് മുന്നോട്ട് നീങ്ങട്ടെ. വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? സി അൾട്ടിമേറ്റ്ലി ഇപ്പോഴത്തെ ഒരു മൊത്തം സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു വൈറാലിറ്റി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എവറി 3 months 6 months കൂടുമ്പം പുതിയ ഒരു സ്റ്റൈൽ ഓഫ് വർക്കൗട്ടും പുതിയൊരു സ്റ്റൈൽ ഓഫ് എന്താണ് മെത്തേഡ്സും വരുന്നുണ്ട്. ഇപ്പം ആദ്യം നമുക്ക് ബോഡി ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് നമുക്ക് സൂംബ വന്നു, എയറോബിക്സ് വന്നു, പിന്നെ ഏരിയൽ യോഗ വന്നു, യോഗയ്ക്ക് തന്നെ ഒരു 10 ടൈപ്പ് യോഗ, അങ്ങനെ പല സൈസ് സാധനങ്ങളും വരും. പക്ഷേ അൾട്ടിമേറ്റ്ലി ദ only one thing that persists is മൂവ്മെൻറ്റ്. നമ്മുടെ ബോഡിക്ക് ഇപ്പം 40 വയസ്സ് 50 വയസ്സുള്ള ഒരാളുടെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എന്തിനാണ് മൂവ്മെൻറ്റ് വേണ്ടത്? ഇപ്പം ആഷ്ലി ഇപ്പം പാഡിൽ കളിക്കാൻ പോകുന്നുണ്ട്. ഇഫ് യുവർ ബോഡി is prepared to play paddle, then that you enjoy it. You enjoy it. One thing that is very important, you enjoy the process. Feel like going every day. Enjoying the process ഇല്ലാത്ത ഒരു സാധനവും ആരും ചെയ്യില്ല. അത് ഞാൻ പിടിച്ചു പറയാണ്, നീ ഇത് ഇന്ന് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ don't do it. If you don't enjoy the process, then there is no point in doing it. ഫിസിയോതെറാപ്പി എന്തുകൊണ്ട് ആൾക്കാർ നിർത്തുന്നത്? വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് റീഹാബ് ചെയ്തതിനുള്ള മെയിൻ റീസൺ എന്താ? ബിക്കോസ് ദേ ഡോണ്ട് എൻജോയ് ദ പ്രോസസ്. ബിക്കോസ് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ റീഹാബിന് ഇറ്റ് ടുക്ക് മീ 6 months ടു ഗെറ്റ് റീഹാബ് ഓഫ് മൈ എൻ്റെ ആ ആങ്കിള്. 6 മാസം ഞാൻ കൺസിസ്റ്റൻ്റ് ആയി ഒരേ കാല് മുകളിലേക്ക് പൊക്കുന്നു താത്തുന്നു സൈഡിലേക്ക് തിരിക്കുന്നു. ഇത് ഒരു ലിമിറ്റിൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ട്രൂ. അതായത് യു ആർ നോട്ട് എൻജോയിങ് ദ പ്രോസസ്. ആ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ആരും പറയേണ്ട കാര്യമില്ല, അവർ ഓട്ടോമാറ്റിക്കലി അതിലോട്ട് ഫ്ലോയും ചെയ്തോളും. അതർ ദാൻ ദാറ്റ്, ഇപ്പം പറയാണ് എല്ലാവരും ലൈഫ് സ്റ്റൈലും ഒരേപോലെ ആയിരിക്കില്ല. ഒരു ലൈഫിൽ ചില സിറ്റുവേഷൻസ് വരും ദാറ്റ് യു വിൽ നോട്ട് ബി ഏബിൾ ടു കോൺസെൻട്രേറ്റ് ഓൺ എക്സസൈസ്, അല്ലെങ്കിൽ ദാറ്റ് ഇപ്പോൾ ഇഫ് യു ആർ ബിൽഡിങ് അപ്പ് ഒരു ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്യണ സമയത്ത് യുവർ ഫോക്കസ് മൈറ്റ് ബി കംപ്ലീറ്റ്ലി ഇൻ ടു ഇറ്റ്. അതൊരു സ്റ്റേബിൾ ആവണ വരെ ഇത് എൻജോയ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യണമെന്നില്ല. അതാണ് പലരും അത് പേഴ്സണൽ ലൈഫിൽ നിന്നും എടുത്ത ഒരു ചീന്തി എടുത്ത ഒരു ഏതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. സ്വന്തം ഉള്ളിൽ നിന്നും വിഷമത്തോടെ പറഞ്ഞു മനസ്സിലായത്. ഞാൻ ഇങ്ങനെ ഇത്രയും തടി ഞാൻ ഇരിക്കുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചുള്ള സംഗതിയല്ല. ഓക്കെ, ഒട്ടും പ്രതീക്ഷിച്ചുള്ള സംഗതിയല്ല. പക്ഷേ
ആ സമയത്ത് എൻ്റെ അടുത്ത് പറയുകയാണ് ദാറ്റ് ഇന്ന സമയത്ത് പോയി എക്സസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ I never thought that I will break it. കാരണം എൻ്റെ ഫോക്കസ് അതായിരുന്നില്ല. പറയല് കഴിഞ്ഞ 6 മാസം to 1 കൊല്ലമായിട്ട് ഞാൻ ആഷ്ലിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വന്ന് വർക്കൗട്ട് ചെയ്യും. പക്ഷേ ദ ബെസ്റ്റ് തിങ് ഐ ലൈക്ക് അബൌട്ട് ആഷ്ലി ഇസ് ദാറ്റ് പാഡിൽ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് യു ആർ എൻജോയിങ് ഇറ്റ്. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ആഷ്ലി യു ആർ എൻജോയിങ് ഇറ്റ്, ഡു ഇറ്റ്, മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഇറ്റ് എവറി സിംഗിൾ ഡേ. പക്ഷേ പാഡിൽ സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുന്നേ ഞാൻ എൻ്റെതായിട്ടുള്ള സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഒന്ന് റൺ അറൗണ്ട് ചെയ്ത് മേക്കിംഗ് ഷുവർ ദാറ്റ് ഐ എം കുഡ് മൂവ് അറൗണ്ട്. എന്നുവെച്ചാൽ കുറേ നാൾക്ക് ശേഷമാണ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് ഇഞ്ചുറി ചെയ്യുന്ന നാണക്കേടല്ലേ ഒന്നാമത്തെ ഏജ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഒരു പ്രിപ്പറേഷൻ ചെറുതായിട്ട് നടത്തിയായിരുന്നു. അതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാവരുടെയും ലൈഫിൽ ഒരു സമയം വരും ദാറ്റ് യു വിൽ ബി ഒരു നല്ലൊരു എമൗണ്ട് ഓഫ് ടൈം യു വിൽ നോട്ട് ബി പുട്ടിങ് എഫേർട്ട് ഇൻ ടു ഫിസിക്കൽ എഫേർട്ടിൽ. പക്ഷേ മെൻ്റലി യു ആർ ടയേർഡ്. മെൻ്റലി യു വിൽ ഗെറ്റ് ടയേർഡ്. അതിനുശേഷം ഫിസിക്കൽ എഫേർട്ട് ഇടാനുള്ള എനർജി ഇല്ലാത്ത സിറ്റുവേഷനിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊരു ദിവസം എനിക്ക് നന്നാവണം, എനിക്ക് തടി കൂടി, എനിക്ക് വയർ വെച്ചു, എനിക്ക് പെട്ടെന്ന് മാറണമെന്നും പറഞ്ഞിട്ട് ക്രിക്കറ്റോ ഓട്ടോ ചാട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എന്നെ സംബന്ധിച്ചോളം കിട്ടിക്കുന്ന മോസ്റ്റ് ഓഫ് ദി ഇഞ്ചുറീസ്. Yeah, because very openly I had spoken about the phase of depression that I've gone through. Even though I was a coach, it was very hard for me to even just move. പക്ഷേ സ്ലോലി അത് വെച്ചിട്ട് ഞാൻ പെട്ടെന്നൊരു ദിവസം വന്ന് 40 കിലോ വെയിറ്റ് പൊക്കുകയൊന്നുമില്ല ചെയ്തത്. ഐ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്, വീണ്ടും ഫ്രം സീറോ മെല്ലെ കൊണ്ടുവരണം ചെയ്തത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാതെ പോകുന്നൊരു വലിയൊരു കാര്യമാണ് നമ്മുടെ റിക്കവറി. ബിക്കോസ് ഒരു 25-ന്റെ താഴെ ഉള്ള ഒരു ഏജിൽ നമ്മൾ എന്ത് ബോഡി മൂവ്മെൻറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ഇഞ്ചുറീസ് വന്നാലും ദ റിക്കവറി ഈസ് ഫാസ്റ്റർ. ആഫ്റ്റർ 30-35 കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവർ റിക്കവറി വിൽ ബി വെരി സ്ലോ. ഈ റിക്കവറി സ്ലോ ആവുന്ന പ്രോസസ്സിന് കുറച്ചും കൂടി ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഫിസിയോതെറാപ്പി പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എന്ന് ആൾക്കാർ മനസ്സിലാക്കി. നമുക്കും എളുപ്പമാണ്. സി ആസ് ട്രെയിനേഴ്സ് ഇറ്റ്സ് വെരി easy for us if they understand the concept of physiotherapy and what is the benefits of it. Because ഇത് നമ്മൾ പുഷ് ചെയ്ത്, because initial phase it was very hard for me to push people to go to physiotherapy. അതിൻ്റെ ആവശ്യമുണ്ട്, അതിനാവശ്യം നിനക്ക് ചെയ്താൽ പറഞ്ഞാൽ എനിക്ക് ചെയ്താൽ പറ്റില്ല. അപ്പം അവർ മനസ്സിലാക്കുക കഴിഞ്ഞ പ്രാവശ്യം ട്രെയിനിങ് ചെയ്തപ്പോൾ ട്രെയിനർ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ക്വാളിഫൈഡ്. ഐ എം വെരി ഓപ്പൺ അബൌട്ട് ഇറ്റ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം, അറിയാത്ത കാര്യങ്ങൾ അതിൻ്റെ എക്സ്പേർട്ടിനെ കാണിക്കാന്നല്ലാതെ ഞാൻ പിടിച്ച് തിരിച്ചു തന്നെ ശരിയാവുന്നു. അതിലൊരു കാര്യം ട്രെയിനേഴ്സ് അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പിടിച്ചു വെച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആൾക്ക് ആളുടേതായ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ strength trainingum, they have to lift weights, they have to go to that kind of a platform and start doing that exercise daily എന്നുള്ളതും അതിൻ്റെ ഇടയിൽ വരുന്ന niggles and piggles can be addressed by a physio and go back into training. കാരണം even physios don't have the time for it and ട്രെയിനേഴ്സും ട്രെയിനറായ സ്പെഷ്യാലിറ്റീസ് അതിൻ്റേതായ രീതിയിൽ അവർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യലാണ് for me best thing rather than having an ego in between each other. അത് ഇൻഡസ്ട്രി ഹാസ് ടു ചേഞ്ച്. ഇൻഡസ്ട്രിയിൽ പീപ്പിൾസ് മെൻറ്റാലിറ്റി ഹാസ് ടു ചേഞ്ച്. ഐ തിങ്ക് ഇപ്പം കുറേയൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. ബിക്കോസ് ഫിസിയോതെറാപ്പിനെ കുറിച്ച് ആൾക്കാരുടെ മെൻറ്റാലിറ്റി മാറിയിട്ടുണ്ട്. ആൾക്കാർക്ക് അതിന് ഓക്കെ പീപ്പിൾ ഹാവ് അണ്ടർസ്റ്റുഡ് ദ വാല്യൂ ഓഫ് റിക്കവറി. അതിന് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളുണ്ട്, ഇത്രയും നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അത് and it will grow because one of the greatest thing about physiotherapy is that it's a growing market where people are understanding the value of it. ഈ growing market വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ the easier the life is becoming, the more the injuries are prone. Why? Because നമ്മൾ ലിമിറ്റ് ചെയ്യാണ് ബോഡീനെ. എല്ലായിടത്തും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടോന്നറിയില്ല, നോർത്ത് ഇന്ത്യയിൽ ഇന്ന ബ്ലോക്ക് എ ബ്ലോക്കിൽ നിന്ന് ബി ബ്ലോക്കിലേക്ക് ഒരു മൊബൈലോ എന്തോ കൊടുക്കാനായിട്ട് സോ അങ്ങനെ ലൈഫ് സ്റ്റൈൽ മാറി തുടങ്ങി. ദാറ്റ് എവ്രി വൺ ആ കംഫോർട്ട് ലെവലിൽ ഇരുന്നിട്ടാണ് എല്ലാം പ്രോസസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളെല്ലാവരും കംഫർട്ട് സോൺ എല്ലാവരും പറയും ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് കംഫർട്ട് സോൺ വലുതാക്കി നമ്മൾ ബ്രേക്ക് കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് പോകുമ്പോൾ കംഫർട്ട് സോൺ അതിനനുസരിച്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി. അതെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് മസിൽസ് ഹാങ് ആവും. വെൻ യു ഡു മൂവ് അറൗണ്ട് ജോയിൻസ് സ്റ്റിഫ് ആവും.
അത് കഴിഞ്ഞ് നമ്മളെ തന്നെ ആ മിററിൽ നോക്കുമ്പോൾ നമുക്കൊരു അപഹർഷതാബോധം, ഒരു വി ആർ നോട്ട് ഫീലിംഗ് ഗ്രേറ്റ് അബൌട്ട് അവർ ബോഡി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വി തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, നാളോട്ട് ഓട്ടം സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യൽ മീഡിയ ഓൾസോ സോഷ്യൽ മീഡിയ ഹാസ് എൻ has an എഫക്റ്റ്. effect. നാളോട്ട് ഞാൻ ഓട്ടം സ്റ്റാർട്ട് ചെയ്തു, ഷിൻ പെയിൻ വന്നു. കാരണം ബോഡീൻ്റെ ആ ബോണിന് ഇത്രയും സ്ട്രെസ് എടുക്കാനുള്ള ആയിട്ടില്ല, അതിനുള്ള സ്ട്രെങ്ത് ഇല്ല ബോൺസിന്. അപ്പം ഷിൻ പെയിൻ വന്നു. അപ്പോൾ വീണ്ടും ബ്രേക്ക് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇതേപോലെ തന്നെ ഷിൻ പെയിൻ വന്നു കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ആയി കഴിഞ്ഞാൽ ഈ വ്യക്തി നിർത്തുവാണ്. പക്ഷേ ആ ഒരു ഐഡിയ ബ്രെയിനിലോട്ട് ഇടാണ് ദാറ്റ് വെൻ ഐ സ്റ്റാർട്ട് ദിസ് കൈൻഡ് ഓഫ് എ ട്രെയിനിങ്, it is mandatory that there will be some aches and pains which has to be taken care and we have to push it. Our idea ആണ് I think what we give, and along with that trainers also push into that. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താലാണ് you will be able to move out from this comfort zone. Forget about moving out of comfort zone. അത് ഇപ്പോഴേ വി ഹാവ് ടു ഗിവ് എ വെരി ക്ലാരിറ്റി about we are going to build bigger and bigger comfort zones. അതേ ചെയ്യാൻ പോകുന്നുള്ളൂ. പീപ്പിൾ ആർ ഗോയിങ് ടു ഡു ദാറ്റ്. അതേ ചെയ്യുള്ളൂ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നമ്മളായിരിക്കണം. ഇപ്പം നമ്മളൊക്കെ ബിസിനസ് ചെയ്ത് വർക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴും നമ്മളെ കംഫർട്ട് സോൺ വലുതാക്കാണ്. അല്ലാണ്ട് നമ്മൾ കംഫർട്ട് സോൺ അവിടെ തന്നെ വെച്ചിട്ട് ഇല്ല ഞാൻ ഇനിയും കഷ്ടപ്പെടണം എന്നുള്ള രീതിയിലല്ലല്ലോ മൂവ് ചെയ്യാം. അപ്പോൾ ആ കംഫർട്ട് സോൺ ബിൽഡ് ആവുന്നതിൻ്റെ കൂടെ വാട്ട് ക്യാൻ വി ഡു ടു മേക്ക് ഷുവർ ദാറ്റ് ഈ കംഫർട്ട് സോണിൽ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത്. മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്നത് ഇസ് നോട്ട് എ റിയലി ഗുഡ് തിങ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു ടു യുവർ സെൽഫ്. ബിക്കോസ് ഇപ്പം റൈറ്റ് നൗ നിങ്ങൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു മൂവ്. ഒരു കൊല്ലം വേണമെങ്കിൽ സ്വന്തം ഫ്ലാറ്റിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുക. യു ജസ്റ്റ് നീഡ് എ ഫോൺ ആൻഡ് ഇന്റർനെറ്റ്. ഒന്ന് ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. ഓക്കെ, ഒരു കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം വേണമെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും അതിനകത്തുണ്ട്. ബിക്കോസ് ഫുഡ് ഒരു സ്വിഗ്ഗിയിലാണ് യു ആർ ഗെറ്റിംഗ് എൻ്റർടൈൻഡ് ഫുൾ. പക്ഷേ ഓൺ വാട്ട് കോസ്റ്റ് ഓഫ്? സോഷ്യലൈസിങ്, മൂവ്മെൻറ്റ്, ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തൊരു പ്രശ്നം. നമ്മുടെ ഈ റെസ്ട്രിക്ഷൻസ് ഇസ് ഗോയിങ് ടു എഫക്റ്റ് യു എ ലോട്ട്, മെൻ്റലി ആൻഡ് ഫിസിക്കലി ഓൾസോ. ഈ ഇനി ഒന്ന് നമുക്ക് ഈ ടോപ്പിക്സിലൂടെ കിടക്കാം, വിച്ച് ഈസ് ട്രെയിനിങ് സമയത്ത് ചിലരുണ്ട് ഭയങ്കര ഹെവി വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യുക, ഭയങ്കരമായിട്ട് എന്താ പറയുക ഡെഡ് ലിഫ്റ്റുകൾ ചെയ്യുക. ഈസ് റിയലി നെസസറി? ഡെഡ് ലിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റിസ്ക് ടു റിവാർഡ് റേഷ്യോ എന്നുള്ളൊരു സാധനം പറയും. ഓക്കെ, വാട്ട് ഡു യു ഏൺ ഫ്രം ലിഫ്റ്റിംഗ് വെയ്റ്റ്സ് സോ ഹെവി which is within such a short span of time, and the risk that you're taking, if the form is right. ഇപ്പം ഒരു ഡെഡ് ലിഫ്റ്റ് കോമ്പറ്റീഷന് പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പിന് പോകുന്ന ഒരാളാണ്, ഡെഫിനറ്റ്ലി ഗോ. ഇത് ഞാൻ ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയായാലും നാളെ ട്രെയിനിങ്ങിന് കടക്കാനായിട്ട് ആലോചിക്കുമ്പോൾ റീൽസിൽ കാണുന്ന സംഗതികളാണ് ദാറ്റ് ഇത്രയും ലിഫ്റ്റ് ചെയ്താലാണ് ഞാൻ ശരിയാവുള്ളൂ എന്നുള്ളൊരു ഐഡിയ പലരുടെ മനസ്സിലുണ്ട്. ഇത് എൻ്റെ മാത്രമല്ല, പല കോമൺ ആൾക്കാരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഷുഡ് ഐ ലിഫ്റ്റ് സോ മച്ച് ടു മേക്ക് മൈ സെൽഫ് ബെറ്റർ? നോ, യു ഡോണ്ട് ഹാവ് ടു. ഞാൻ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 2020 കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ വന്ന സമയത്ത്, ആ സമയത്ത് ആണ് എൻ്റെ ഏറ്റവും ഫിറ്റസ്റ്റ് ഇതിൽ ഞാൻ ഉണ്ടായിരുന്നത്. അന്ന് ജിംസ് ഉണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ കാറിലുണ്ടായിരുന്ന ഒരു 2 പെയർ ഓഫ് ഡംബൽസ് മാത്രം വെച്ചിട്ട് ചെയ്യാവുന്ന വർക്കൗട്ട്സ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് പ്രോപ്പർ ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നത്. ഇതൊന്നല്ല, ബേസിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് ആൾക്കാർക്ക് വേണ്ടത്. ഞാൻ ഒരിക്കലും ഒരു ക്ലയൻറ്റിനോട് നിങ്ങൾ ജിമ്മിൽ പോയാലേ നിങ്ങൾ വർക്കൗട്ട് നന്നാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അടിപൊളിയാവുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. ബിക്കോസ് ഇപ്പോൾ റൈറ്റ് നൗ ഓൺലൈനിൽ വർക്കൗട്ട്സ് ആർ അവൈലബിൾ ഫോർ ഫ്രീ. യൂട്യൂബ് ഒന്ന് തുറന്ന് 20 മിനിറ്റ് വർക്കൗട്ട്, 5 മിനിറ്റ് വർക്കൗട്ട്, 2 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുന്ന വർക്കൗട്ട് വരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇഞ്ചുറീസും കാര്യങ്ങളും വരിക. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ലിഫ്റ്റിംഗ് ഹെവി എന്ന് പറയുന്നത് അത് ഇസ് എ ലോങ് പ്രോസസ്. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത് നിങ്ങൾ 5 കിലോ എന്ന് തുടങ്ങി 50 കിലോ ലിഫ്റ്റ് ചെയ്ത് എത്തണമെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് എടുക്കും. നേരെ മറിച്ച് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇൻറ്റിമിഡേഷൻ ആണ് മെയിൻ ഇഷ്യൂ. അതായത് ഏതൊരു ജിമ്മും ഇസ് ഇൻറ്റിമിഡേറ്റിംഗ് യു ദാറ്റ് നിങ്ങൾ ഇത്രയും
ലിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ നോട്ട് വർത്ത് ഇറ്റ് റൈറ്റ്. എന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്ത് വരും. അതെ. ഞാൻ 5 കിലോ ഡംബിൾ അല്ലേ, അപ്പുറത്തെ 15 അതിനേക്കാളും എടുക്കണ്ടല്ലോ, കൂടുതൽ ഞാൻ he 20 can, എടുത്താലോ, then why not me എന്നുള്ളതുണ്ട്. അപ്പുറത്തെ 15 എടുക്കണ്ട, ഞാൻ 20 എടുക്കണ്ട, മോശമല്ലേ? മോശമല്ലേ? അതെ. അവിടെയാണ് ഞാൻ ഈഗോ ലിഫ്റ്റിംഗ്. അതെ. ഈഗോ ലിഫ്റ്റിംഗിലാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കരുത്. തീർച്ചയായിട്ടും ഈഗോ ലിഫ്റ്റിലാണ് മെയിൻ ഇഞ്ചുറീസ് വരുന്നത്. പക്ഷേ ദേ ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ജിമ്മിൽ പോയി ഫിസിയോതെറാപ്പി ക്ലിനിക്സിലേക്ക് വരുന്ന 90% ഓഫ് ദ ഇഞ്ചുറീസ് ആർ ഡ്യൂ ടു ഈഗോ ലിഫ്റ്റ്സ്. അതെ. ഇനി ഒരു ചോദ്യം, വെയിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം ഡൊമെയിൻ ആൻഡ് നോൺ ഡൊമെയിൻ ഹാൻഡ്സ് അല്ലെങ്കിൽ ലിംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പം റൈറ്റ് ഹാൻഡാണ് എൻ്റെ ഡൊമെയിൻ എങ്കിൽ ഞാൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ, പക്ഷേ രണ്ടിനും ഒരുമിച്ചാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യണമെങ്കിൽ how should we choose a weight? Should we choose a weight? പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് എനിക്ക് ആ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം ബൈസെപ്സിൻ്റെ കേൾ ചെയ്യുമ്പം ബാർബിൾ യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ റൈറ്റ് സൈഡ് ഉണ്ടോ ഇങ്ങനെ പോകുന്നു, ലെഫ്റ്റ് സൈഡ് ഉണ്ടോ താഴത്തുണ്ടോ, അതെന്താ അങ്ങനെ? അപ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അപ്പോഴാണ് ഇതൊക്കെ ഞാൻ പഠിക്കുന്നത് എൻ്റെ തന്നെ ഇഷ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പം ലെഫ്റ്റ് ഡൊമെയിൻ അല്ല, അപ്പം വാട്ട് വരൂ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ സിംഗിൾ വെയ്റ്റ്സ്. സോ ബേസിക്കലി ഇപ്പം ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും യു ഹാവ് എൻ ഓപ്ഷൻ വേർ യു ക്യാൻ ഡു സിംഗിൾ ആം ചെയ്യാൻ പറ്റും. ആ സിംഗിൾ ആം ചെയ്യുന്ന സമയത്ത് യു മേക്ക് ഷുവർ ദാറ്റ് യുവർ ലെഫ്റ്റ് ഏതാണോ നോൺ ഡൊമെയിൻ ആയിട്ടുള്ള ഇത് അവിടെ വെയിറ്റ് കുറച്ചിട്ട് മെല്ലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം സ്ട്രെങ്ത്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ റീച്ച് ദ റൈറ്റ്. അഗെയിൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് what I used to say to my clients is that if your right is domain hand and you're choosing 10 kilos of it, please choose 8 on the left. To be simple, in simple words. അതെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് എന്താ പറയുക ആ റിത്തം കിട്ടുമായിരിക്കാം. ഒന്നാമത്തെ റെപ്പിൽ രണ്ടാമത്തെ റെപ്പിലൊക്കെ കിട്ടുമായിരിക്കാം. 8, 9, 10 ഒക്കെ എത്തുമ്പോൾ നമ്മൾ വലിച്ചടിക്കാൻ തുടങ്ങും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ട് ആ ഷ്രഗ് ചെയ്ത് അടിക്കുന്നതാണ് ഇഞ്ചുറിയിലോട്ട് വരുന്നത്. ഇതാണല്ലോ അതിൻ്റെ ബേസിക്സ് അല്ലേ? അത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിലോട്ട് ഇടാനായിട്ടാണ് ഞാനതൊരു സിംപ്ലിഫൈഡ് സോ ടു ദ പബ്ലിക്, ലൈക്ക് ഇഫ് ദർ ഇസ് എനിത്തിങ് ദാറ്റ് യു വാണ്ട് ടു ലുക്ക് ഇൻ ടു ഇൻ സെലക്ടിങ് ദ വെയ്റ്റ്സ്, please don't select the weights just looking into your right or like domain hands or your limb. Just make sure that you lift it by understanding that there is a limb or the hand which is not that great as the other one. അപ്പം അങ്ങനെ ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത് പലർക്കും മനസ്സിലാവുന്നില്ല. അതെ. അത് മനസ്സിലാവാതെ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് അവർക്ക് അതായത് ഇഞ്ചുറീസ് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് ഓക്കെ ഈ കൈക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. ഇനി ഇതിന് വേറൊരു കൗണ്ടർ വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാബലാണെന്നുണ്ടെങ്കിൽ ഇതിൽ 8ഉം ഇതിൽ 10ഉം എങ്ങനെയാണ്? അങ്ങനെയല്ലല്ലോ. അതല്ലല്ലോ നമ്മൾ പറഞ്ഞേക്കുന്നത്. അതായത് ബാബലാണെന്ന് അതിപ്പോൾ ഞങ്ങൾ ഏറെക്കയറും അതിൻ്റെ വേറെ അത് നമുക്ക് പിന്നീട് നോക്കാം. ഞാൻ ബഹിരാകാശ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഒരു ചെറിയ മുറ്റത്ത് മാറ്റി ഏറെ കയറാനുള്ള ടോപ്പിക് ആയിട്ടുണ്ട്. ദാറ്റ് ഈ പൊട്ടന്മാരെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ബാബലിൽ 8 കിലോ ഓടിയും 10 കിലോ ഓടി വെച്ചിട്ട് എങ്ങനെ ഈ അടിക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാം, അത് വേറെ വെച്ച് കാണാം അല്ലേ? റൈറ്റ്. അപ്പം നമ്മൾ ഈ വെയ്റ്റ്സിൻ്റെ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ പണ്ടൊരു പ്രോജക്റ്റ് ചെയ്ത സമയത്ത് ഒരു സഡൻ ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് RDXൽ നീരജിൻ്റെ വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹി വാസ് മൈ വി സ്റ്റഡി ടുഗദർ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഐ നോ ഹിം ഫ്രം സ്കൂൾ തന്നെ. ഹീസ് എൻ എക്സലന്റ് ഡാൻസർ, റൈറ്റർ ആൻഡ് ഓൾ ദാറ്റ്. And ഭയങ്കരം flexible, a good human being. അതാണ് പറയുന്നത്. Very good human being and very flexible. I know him as a very flexible person because നാടോടി നൃത്തം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവൻ്റെ സ്കൂളിലെ ചരിത്രം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കിളി ഞാൻ പറയുന്നത് എനർജിയാണ്. അപ്പം when I started first day നമ്മൾ ട്രെയിൻ ഞാൻ I felt a bit odd. ചെറിയ കുറച്ച് നോഡ്സ് കാര്യങ്ങളൊക്കെ. Then that's when I immediately called Ashley saying that Ashley ഇങ്ങനെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, just look into him. I think there is something ഇവിടേക്ക് ഒരു സ്റ്റിഫ്നെസ്സോ ടൈറ്റ്നെസ്സോ ഉണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് അനാലിസിസ് കഴിഞ്ഞപ്പോൾ ഒരു ഇൻഡെപ്ത് ഡീറ്റെയിൽ, ദാറ്റ്സ് വെൻ ഈവൻ ഐ സ്റ്റിൽ റിമെമ്പർ നീരജൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രോ ഞാൻ ഇത്രയും കാലം ട്രെയിൻ ചെയ്തിട്ട്
ആ രീതിയിൽ എൻ്റെ അടുത്ത് ഫിസിയോൻ്റെ അടുത്തേക്ക് വിട്ടിട്ടില്ല. അതെ അതിപ്പം വിടേണ്ട ആവശ്യമില്ല, പോയാൽ മതി. അതെ ദാറ്റ്സ് ഈസ് ലൈക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കണല്ലേ. ഞാൻ പറഞ്ഞു ഇതൊക്കെ വെരി മൈന്യൂട്ട് തിങ്സ് ആണ് ദാറ്റ് യു ഹാവ് ടു ചെക്ക് ഇൻ. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഇഷ്യൂസ് വരാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അതെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഇഞ്ചുറി ആംഗിൾ ഇഞ്ചുറി ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. ആംഗിൾ ഇഞ്ചുറി ഡെഫിനറ്റ്ലി അതൊരു വലിയൊരു എന്നെ സംബന്ധിച്ചുള്ള ഒരു ചാലഞ്ച് തന്നെയായിരുന്നു. ദാറ്റ് രാത്രിക്ക് രാത്രി 10 മണിക്കോ അതെ എത്ര അന്ന് തന്നെ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. അതാണ് ഏറ്റവും ചലഞ്ച്. ബട്ട് സം ഗോഡ്സ് ഗ്രേസ് അത് കംപ്ലീറ്റ് ചെയ്യാനും അത് എനിക്ക് ഓർമ്മ ഓടി യു ഹാഡ് ടു ഗോ റഷ് ദെയർ. പിന്നെ ഒരു 2 weeks മെനക്കെട്ടുണ്ട്. ബട്ട് ബാക്ക് ഇൻ ടു ട്രാക്ക് അതേപോലെ തന്നെ അതെ ഹിസ് വിൽ പവർ അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഡെഡിക്കേഷൻ ദാറ്റ് ഹി ഹാസ് മെയ്ഡ് അതില്ല എന്നുണ്ടെങ്കിൽ നോ മാറ്റർ വാട്ട് എവർ ഐ ഡു അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ടേപ്പിംഗ് എന്ത് ഞാൻ ചെയ്താലും എഫക്റ്റീവ് ആവില്ല ഇഫ് ഹീ ഈസ് നോട്ട് സ്ട്രോങ്. ആൻഡ് ഇൻ എ വീക്സ് ടൈം ഹി വാസ് ലൈക്ക് കാലിന് വല്ല ഇഞ്ചുറി നമുക്ക് അപ്പർ ബോഡി ചെയ്തത്. ഞാൻ ഒരു സെക്കൻഡ് എൻ്റെ ഒരു 10 ക്ലയൻസ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അത് ആളുടെ വിൽ പവർ തന്നെയാണ്. അതായത് ആ പ്രൊജക്റ്റിലോട്ട് ആൾക്ക് ഇത്രയും ബെറ്റർ ആയിട്ട് വരണം എന്ന് ഇറ്റ് വാസ് ഷോൺ ഫിലിം. ആ മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര രസമായിട്ടാണ് ആളെ ചെയ്തത്. അതിന് മെനക്കെട്ടുണ്ടല്ലോ, അത് നമുക്കറിയാം. ബോഡി മാത്രമേ ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ബാക്കിലും പിന്നെ ഈവൻ നൺചക്സ് പഠിക്കാൻ വേണ്ടി പോയതൊക്കെ ലൈക്ക് ഹിസ് ഓൺ എഫേർട്ട് അത്രേ പറയാനുള്ളൂ. അങ്ങനെ ഒരു ഹെൽത്തിയർ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എന്നെ തന്നെ ഒരു 2-3 കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ദാറ്റ് ഒരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ഇസ് ദ പ്രയോറിറ്റി. ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ്. ആ സ്ലീപ്പ് എന്ന് പറയുന്നത് ചുമ്മാ കിടക്കുന്നതല്ല, പ്രോപ്പർ സ്ലീപ്പ് തന്നെ വേണം, അല്ലാതെ ഡിസ്റ്റർബ് സ്ലീപ്പ് ആവരുത്. ദെൻ കംസ് ദി ഡയറ്റ്, then comes the training. ഈ പാറ്റേൺ റൈറ്റ് ആണോ അതോ is there anything that you have to arrange it? The pattern is actually right. Okay. പക്ഷേ യങ്ങർ ജനറേഷൻ ഈവൻ ഞാൻ യങ്ങായിരുന്ന സമയത്ത് ഞങ്ങൾ നേരെ തിരിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കി നമ്മൾ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പാറ്റേൺ വാസ് നേരെ ഓപ്പോസിറ്റ്. ഫസ്റ്റ് നമ്മൾ ട്രെയിനിങ്ങിനെ ഫോക്കസ് ചെയ്യും, പിന്നെ ന്യൂട്രീഷനെ ഫോക്കസ് ചെയ്യും, സ്ലീപ്പ് ഏറ്റവും ലാസ്റ്റ്. അതായത് കിട്ടി പോയാൽ ഒട്ടി, പക്ഷെ എല്ലാ ദിവസവും ജിം ഹിറ്റ് ചെയ്യും നോ മാറ്റർ വാട്ട്. ദ മോർ യു ഗെറ്റ് എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ നോളജ് കിട്ടുമ്പോഴാണ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ വാസ് ഡിഫറെൻറ്റ്. സ്ലീപ്പ് പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് അത്രയും എഫേർട്ട് ഇടാൻ പറ്റില്ല. അതേപോലെ തന്നെ നിങ്ങളെ ന്യൂട്രീഷൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. സ്ലീപ്പ് ഡിപ്രൈവ് ആയിട്ട് ഹോൾ ഡേ എനർജി ഉണ്ടാവില്ല. ഈ എനർജി ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും ഈ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചുറിയിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടും. അപ്പോൾ വീണ്ടും നമ്മൾ റിക്കവറി പ്രോസസ്സിലേക്ക് പോകും. ആക്ച്വലി ഐ വുഡ് ആഡ് റിക്കവറി ഓൾസോ. അപ്പം ഞാൻ എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വെച്ചാണ് ദാറ്റ് ആദ്യം സ്ലീപ്പ് വെച്ചു, രണ്ടാമത് ട്രെയിനിങ് വെച്ചു, മൂന്നാമത് ഡയറ്റ് വെച്ചു, പിന്നെ അത് പസിൽ ചെയ്തു, മുകളിലോട്ട് ഡയറ്റ് വെച്ചു, പിന്നെ ട്രെയിനിങ് ഇറക്കി. ഇപ്പോൾ ഫോർ മീ മൈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എവറിത്തിങ് കംസ് ഇൻ ദ ഒരു വൺ ലൈനിൽ വരുന്നത്. ഒന്നും മുകളിലല്ല ഒന്നും താഴെയല്ല, എല്ലാം ഈക്വലായിട്ട് പോയാലാണ് ലൈഫ് ഒരു ബാലൻസ്. ഐ വുഡ് സേ ഒരു പിരമിഡ് സ്ട്രക്ചറിൽ പോകുന്നതായിരിക്കും നല്ലത്, ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് നമ്മുടെ ഒരു പിരമിഡ് സ്ട്രക്ചറിൽ പോകണമെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് സ്ലീപ്പ് വിൽ കം ഇൻ ദ ഏറ്റവും ലാസ്റ്റ്. ബിക്കോസ് സ്ലീപ്പ് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാത്തതും പുഷ് ചെയ്യാത്തതിനും കാരണം എന്താണെന്ന് വെച്ചാൽ നോബഡി ക്യാൻ സെൽ ഇറ്റ്. നമ്മൾക്ക് മാട്രസ് വിൽക്കാൻ പറ്റും, സ്ലീപ്പ് വിൽക്കാൻ പറ്റും ഇൻ ദ മാർക്കറ്റ്. ഞാൻ പറയുന്നത് ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇപ്പം സ്ലീപ്പിന് വേണ്ടിയിട്ടുള്ള ആപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സ്ലീപ്പ് ബെറ്റർ ആക്കാനും കാര്യങ്ങളൊക്കെ. ഈവൻ ദ സ്ലീപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇട്ട് നടക്കുന്നുണ്ട്. അപ്പം സ്ലീപ്പ് യു കനോട്ട് സെൽ. പക്ഷേ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലീപ്പ് ആൻഡ് റിക്കവറി, അതിന് വേണമെങ്കിൽ അടുത്തടുത്ത് വെക്കാം. ദെൻ കംസ് ന്യൂട്രീഷൻ, ദെൻ കംസ് ട്രെയിനിങ്. ബിക്കോസ് ട്രെയിനിങ് ചെയ്യണം എന്നറിയില്ല, പക്ഷേ മിക്ക സമയത്തും ഈ ഓവർ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് മനസ്സിലായി. അണ്ടർ ട്രെയിനിങ്ങിനെക്കാട്ടിയും ഏറ്റവും ഡേഞ്ചറാണ് ഓവർ ട്രെയിനിങ്. ഓവർ ട്രെയിനിങ്ങിന് ഇപ്പം ഓരോ ആൾക്കാർ ഓവർ ട്രെയിനിങ് ഡിഫറെൻ്റ് ആട്ടോ. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പറയരുത് ഞാൻ ഓവർ ട്രെയിൻ ചെയ്യാറില്ല, ഞാൻ 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. ചില ആൾക്കാർക്ക് 4 മണിക്കൂർ വർക്കൗട്ട് ചെയ്തിരിക്കും വർക്കൗട്ട് ആയിട്ട് പോകും. ഇപ്പം ഞാൻ ഐ തിങ്ക് ഒരു അതെ ചില ആൾക്കാർക്ക് ബിക്കോസ് ഇപ്പം ഒരു 2-3 weeks ഒക്കെ ഐ മേഡ് എ വീഡിയോ അബൌട്ട് നമ്മളെ ഹുമയൂൺ
he wants that adrenal rush in his body. അത് അന്നത്തെ ദിവസം ഒരു 2 മണിക്കൂർ, അതായത് 1 മണിക്കൂർ he runs so fast. കഴിഞ്ഞ പ്രാവശ്യം മാരത്തോൺ ഓടിയിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് അങ്ങേര് അറിഞ്ഞു അങ്ങേർക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഓടി അങ്ങേര് തിരിച്ച് വീട്ടിൽ പോയി, എന്നിട്ട് 3rd പ്രൈസ് അടിച്ച് തന്നിട്ടുള്ള മെയിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് അങ്ങേര് പ്രൈസ് അടിച്ചത്. സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് adrenal rush that he wants. വരുമ്പോൾ തന്നെ 5 കിലോമീറ്റർ ഓടിയിട്ടാണ് ഒന്ന് ബോഡി ഒന്ന് വാം, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ബോഡി ഒന്ന് ഹാർട്ട് റേറ്റ് ബമ്പാവുള്ളൂ. So for each person the training is different. അത് ഓരോരുത്തർക്കും ഈ ലോഡ് കൂടി ലോഡ് കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഡിവിജ്വൽസ് അല്ലേ. ഈ ക്രോസ്ഫിറ്റ് ചാമ്പ്യനെ മാറ്റ് ഫ്രേസറിൻ്റെ ഒരു ഡോക്യുമെൻ്ററി വീഡിയോയിൽ ഞാൻ കണ്ടത്, എണീച്ച് രാവിലെ ഒരു നമ്മുടെ എയർ ബൈക്കിൽ ഒരു 150 കാലോ അങ്ങനെ എന്തോ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കൊന്ന് എണീച്ചതുമാതിരി ഒരു ഫീൽ ചെയ്യാറ്. ഞാനത് കിട്ടും 150 കാലൊക്കെ എയർ ബൈക്കിൽ അടിക്കുമ്പോൾ നാളെ പകുതി ജീവനം കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ അപ്പോഴാണ് ഞാൻ എണീച്ചല്ലോ എന്നുള്ള രീതിയിൽ വരിക. So for each person it's different. Right. But still you have to have an understanding about what is overdoing and what is underdoing. And a normal pattern എന്താന്നുള്ളത് each individual has to have their own understanding. ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഷ്ലി പറഞ്ഞില്ല, സ്ലീപ്പ് ഇതിനൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഈക്വൽ ഇമ്പോർട്ടൻസിൻ്റെ കൂടെ തന്നെ ഇഫ് വി ഫോക്കസ് ദാറ്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഓരോ ആൾക്കാരും ഓരോന്നിന് കൊടുക്കണം. ഇപ്പം ഇപ്പോൾ ഒരു എബവ് 30 ഏജുള്ള ഒരാളാണെങ്കിൽ ഐ വുഡ് സേ സ്ലീപ്പ് ആൻഡ് റിക്കവറിക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. ഇപ്പം ഗട്ട് ഹെൽത്തിന് ഇഷ്യൂ ഉള്ള ഒരാൾക്കാരാണെങ്കിൽ അപ്പം ആഷ്ലി പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. ഗട്ട് ഹെൽത്തിന് ഇഷ്യൂ ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പം അയാൾക്ക് ന്യൂട്രീഷൻ ആയിരിക്കും മോർ പ്രയോറിറ്റി. അപ്പോൾ ഈച്ച് പേഴ്സൻ്റെ പ്രയോറിറ്റി വിൽ ചേഞ്ച്. ഇപ്പോൾ ആഷ്ലിക്ക് എല്ലാം ഈക്വൽ ആവുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈക്വൽ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇഫ് അറ്റ് ഓൾ യുവർ സ്ലീപ്പ് പാറ്റേൺ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടായി അതിലേക്ക്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഈ ഡയറ്റ് ഒരു മേഖല അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഒരു ഡയറ്റീഷ്യൻ നമ്മൾ ഇപ്പോൾ രാജ്യമെമ്പായിട്ടൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ ഡയറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഈ ഗട്ട് ഹെൽത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, സ്ലീപ്പ് നമുക്ക് അറിയാം ദാറ്റ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്ലീപ്പ് ഇല്ലെങ്കിൽ അത് ഡിപ്രൈവ്ഡ് ആയിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അത് കുറേ നാളുകൾ നമ്മൾ ഡിപ്രൈവ്ഡ് ആയിട്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യുമ്പോഴായിരിക്കണം കുറേയൊക്കെ ഈ അറ്റാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ്. അത് മാത്രമല്ല നമ്മുടെ ബോഡി മെൻ്റലി നമ്മൾ ടെൻസ്ഡ് ആണ്, മെൻ്റലി നമ്മൾ സ്ട്രെസ്ഡ് ആണ്, എന്നിട്ട് നമ്മൾ ഫിസിക്കലിയും കൂടി പുഷ് ചെയ്യാണ്. വി ആർ നോട്ട് നോയിങ് ഇറ്റ്. അതുകൊണ്ടൊക്കെയാണോ ഈ സഡൻ അറ്റാക്കൊക്കെ വന്ന് ഇതാവുന്നത്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? There are lot of chances for it. ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും വലിയൊരു ഇഷ്യൂ ഇപ്പോൾ അടുത്ത് ഫേസ് ചെയ്തത് ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ആൾക്കാർ മരിച്ചു. പിന്നെ ജിമ്മിൽ പോകരുത്. അതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ സ്മോക്കിങ്ങും മരിക്കുന്നുണ്ട്. ജിമ്മിൽ കൊല്ലത്തിൽ 1-2 ആൾ മരിക്കുമ്പോഴത്തേക്കാണ് പിന്നെ എവിഡന്റ് ആയിട്ട് കിട്ടുന്നത്. എല്ലായിടത്തും ജിമ്മിലും ക്യാമറ ഉണ്ടല്ലോ, അപ്പൊ അത് കാണും. ഈ പുറമെ ഇത് മരിക്കുന്നത് അങ്ങനെ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അത് കാണുന്നില്ല. കഴിഞ്ഞ മാസം ഇപ്പോൾ ഷവർമൻ്റെ കഴിഞ്ഞ മാസം 2-3 months ബാക്ക് ഇതേമാതിരി ഷവർമ കഴിച്ചിട്ട് ആരോ മരിച്ചെന്നൊരു ന്യൂസ് വന്ന് പിന്നെ ആൾക്കാർ ഷവർമക്കെതിരെ. വൺ ഓഫ് മൈ ഫ്രണ്ട് അവൻ പറയാം മാർക്കറ്റ് ഇടിഞ്ഞു. ഞാൻ പറയാം മാർക്കറ്റ് ഇടിഞ്ഞോ? ബിക്കോസ് അതാണ് എന്തെങ്കിലും ഒരു സാധനം ഒരു ഇഷ്യൂ ഫേസ് ചെയ്യാൻ പീപ്പിൾ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വൈ ഇറ്റ് ഇസ് ഹാപ്പനിങ്. അതിൻ്റെ റീസണിങ് താല്പര്യമില്ല. ജിമ്മ് കൊണ്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദെയർ ലൈഫ് സ്റ്റൈൽ ആണ്. പല കാരണങ്ങളുണ്ടാവും. അവർക്ക് മെന്റലി സ്ട്രെസ്ഡ് ആവും. ഇപ്പം ആക്ടേഴ്സും മൂവി അവർക്കുള്ള സ്ട്രെസ്സും ഈ പ്രഷറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഏത് സിറ്റുവേഷനിലും ആവാം. വി കനോട്ട് ജഡ്ജ് ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് ജിമ്മിൽ വർക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, ഇഫ് യു ഹാവ് ട്രാവൽഡ്, ഇപ്പം നമ്മുടെ ക്ലയൻസൊക്കെ കാനഡയിൽ നമുക്ക് വെക്കേഷനിൽ പോവുക എങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 1 or 2 days ട്രാവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ, ബ്രേക്ക് എടുക്കാൻ പറയും. പ്രത്യേകിച്ച് ഒരു ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ വേറെ ഓൾട്ടിറ്റ്യൂഡ്സ് പോവോ അല്ലെങ്കിൽ വേറെ ക്ലൈമറ്റ്, ബിക്കോസ് ബോഡിക്ക് ഒന്ന് എന്താ പറയുക ഈ ക്ലൈമറ്റ് റിക്കവർ ചെയ്ത് വരാനുള്ളൊരു സമയം കൊടുക്കണം. റിക്കവറി ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് എല്ലാവരുടെ അടുത്തും പറയുന്ന പോലെ തന്നെ റിക്കവറിയിൽ വരുന്നതാണ് ഈ പറഞ്ഞ ഡയറ്റ്,
ഈ സ്ലീപ്പ്, വാട്ടർ ഇൻടേക്ക്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഇതില്ലാതെ, ഇതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ട്രെയിനിങ് മാത്രമാണ് ആരെങ്കിലും ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇഞ്ചുറീസ് അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് എ കണ്ടീഷൻ ക്യാൻ ഒക്കർ. കാരണം ബോഡിക്ക് അത് താങ്ങണില്ല, അതിൻ്റെ റിസൾട്ട് പഴയ വരും.